ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി കത്ത് നൽകിയത് എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തെ ശിക്ഷാളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പിന്റെ അസാധാരണ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് അറിയേണ്ടത്. സെൻട്രൽ ജയിലുകളിലെയും വിയൂർ അതീവ സുരക്ഷാ ജയിലിലെയും സൂപ്രണ്ടുമാർക്ക് നൽകിയ കത്തിൽ വിടുതൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പരോളാണോ അല്ലെങ്കിൽ വിട്ടയക്കാനാണോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ പ്രതികളെ വിട്ടയക്കുന്നതിന് വേണ്ടിയല്ല കത്ത് എഴുതിയതെന്നാണ് ബൽറാം കുമാർ ഉപാധ്യായ വിശദീകരിക്കുന്നത്. അപ്പോഴും പ്രതികളുടെ വിടുതലിൽ ആഭ്യന്തര സുരക്ഷ പോലീസാണ് പരിശോധിക്കേണ്ടതെന്നിരിക്കെ ജയിൽ വകുപ്പിന് എന്ത് കാര്യം എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രതികൾ മോചിതരായാൽ സുരക്ഷാ പ്രശ്നമില്ലെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ ഉണ്ടായതെന്ന് സംശയിക്കപ്പെടുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യിച്ച കൊലപാതകമാണ്. പ്രതികൾ വാടക കൊലയാളികളാണ്. അവരെ സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ നിയമവിരുദ്ധ നടപടികളും സ്വീകരിക്കുകയാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായിട്ട് നേരിടുക തന്നെ ചെയ്യും. ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതോടെ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പ്രതികൾക്ക് സർക്കാരിന്റെ കരുതലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ നീക്കം. കേസിലെ പ്രതിയായ കൊടിസുനി തുറവൂർ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് നിലവിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.